അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഫോണൊന്നും എടുക്കാറില്ല. അത് ആരൊക്കെയാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാത്രി തന്നെ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഓൺ ചെയ്തതാണ്. കാരണം എനിക്ക് തിരിച്ച് തൂത്തുക്കുടി ബിസിനസ്സുപരമായിട്ട് തൂത്തുക്കുടി ചെല്ലേണ്ട ആവശ്യം കിടക്കുന്നത്. എന്നിട്ട് അതുപോലെ കളഞ്ഞിട്ട് ഞാനിവിടെ നിൽക്കുക, ഈ കാര്യങ്ങൾ തീർത്തിട്ട് അങ്ങ് പോകാൻ വിചാരിച്ചിട്ട്. അതെ അതെ അതെ. അതായത് ഇപ്പോൾ ഈ ഉണ്ടായ ഇൻസിഡൻ്റ് ഇല്ലേ, അത് കൃത്യമായിട്ട് ഇവ എന്നോട് കറക്റ്റായിട്ട് പിക്ചറൈസ് ചെയ്തു. ഇന്നത് നടന്നില്ലയോ എന്ന്. കാരണം ഇത് ഒന്നുകിൽ പിന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഈ രാധാകൃഷ്ണനോ ശേഖർ ഇവരാരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടല്ലാതെ ഇവനിത് അറിയില്ല. കാര്യം അത്ര കോൺഫിഡൻസ്. അല്ലെങ്കിൽ എൻ്റെ വൈഫോ എൻ്റെ പപ്പയോ എൻ്റെ മമ്മിയോ എൻ്റെ അഡ്വക്കേറ്റോ പറയണം. കാര്യം ഇവരോടാണ് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തത്. അവരാരും പറയണം ഇവനിത് എങ്ങനെ അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് നടന്ന് ഇതിൻ്റെ അകത്തുള്ള ക്യാബിൻ്റെ അതിൻ്റെ അകത്തുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതെല്ലാം ഇവനറിയാം. ഇവൻ അതിൻ്റെ അകത്ത് കയറാതെ അവൻ അതൊന്നും പിടികിട്ടില്ലല്ലോ. എന്തോ എത്രയും പെട്ടെന്ന് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യണം. എനിക്ക് പിന്നെ ടാൻസാനിയയിൽ എനിക്ക് വേറെ ആരും ബിനാമിയുണ്ട്. ഈ പറയുന്ന 150 കോടി രൂപയോളം ഞാൻ അവിടെ വേറെ പേരിലിട്ട് കളിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അയാളുടെ സംസാരം. എത്ര രൂപ തട്ടിയെടുത്തിട്ടുണ്ട്? ആര്? 2 ലക്ഷം രൂപ ഞാൻ അതിന് വേണ്ടി നമ്മൾ അക്കൗണ്ടിൽ കൊടുത്തു. അല്ല, വേറെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കിപ്പം പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നമൊന്നും. തീർച്ചയായിട്ടും, അല്ലാതെ അവർ എന്താ പറയുന്നത്? പിന്നെ അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ അനുസരിച്ചാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ ഇപ്പോഴാണല്ലോ അറിയുന്നത്. രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആൾ പാസ് ചെയ്തിട്ടാണ് ഇതൊക്കെ അറിയുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇല്ലില്ല, ഞാൻ ഒരു പൈസ ആദ്യം കൊടുത്തില്ല. അത് ഇല്ല, ഇത് വിജിലൻസിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം കൊടുത്തതാണ്. അതായത് അവിടെ വെച്ച് താങ്കളെ ഈ മാനസികമായി പീഡിപ്പിക്കുന്നതൊക്കെ എന്ന സംഭവം? അത് ഈ വർഷം ഒരു 2-ാം മാസം ഫെബ്രുവരി. അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര കാലം കഴിഞ്ഞാണ് ഈ ഇടനിലക്കാർ സമീപിക്കുന്നത്? അപ്പോൾ ഒരു 1.5 മാസമാവുന്നു. അത് നമ്മുടെ ഈ സുപ്രീം കോടതി എന്നുള്ള ഓർഡർ വന്നല്ലോ, അത് കഴിഞ്ഞ് 14 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏത് സമയവും സമൻസ് വരും. കാരണം ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി വിളിക്കും. ആ സമയത്താണ് അവർ വിളിക്കുന്നത്. താങ്കളുടെ നമ്പറൊക്കെ ആരാ തന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ടോ? എൻ്റെ നമ്പർ ശരിക്കും ഞാൻ EDക്ക് കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. എൻ്റെ നമ്പർ ഞാൻ കൊടുത്തത്, എൻ്റെ നമ്പർ ശരിക്കും ED അവരെന്നെ ഒഫീഷ്യലി വിളിക്കുന്നത് എൻ്റെ നമ്പറിലാണ് വിളിക്കുന്നത്. ഞാൻ നമ്പർ കൊടുത്തിട്ടുള്ളത് ഇവന് മാത്രമേ ഉള്ളൂ. ഈ നമ്പർ ഇവനാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം തന്നെ അതിൽ നിന്ന് അല്ലാതെ പിന്നെ എൻ്റെ നമ്പർ വലിച്ചെറിഞ്ഞ് അവൻ്റെ ക്യാച്ച് പിടിക്കുക അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ഇല്ല, എൻ്റെ നമ്പർ എന്ന് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ നമ്പറാണ് ഞാൻ അവിടെ കൊടുത്തിരുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാനായിട്ട് വൈഫിൻ്റെ നമ്പരും പപ്പയുടെ നമ്പരും മമ്മിയുടെ നമ്പരും. എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ എന്നെ തിരിച്ച് എൻ്റെ നമ്പറിൽ നിന്നാണ് ഞാൻ വിൽസനെ വിളിക്കുന്നത്. ആ നമ്പറിലാണ് ED എന്നെ തിരിച്ച് വിളിക്കുന്നത്. എന്നെ വിളിച്ചതല്ല. ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ എന്നെ വിളിച്ച് എന്നെ മേലോട്ട് കൊണ്ടുപോയി. അപ്പം പുള്ളിക്കാരൻ എന്നോട് സംസാരിച്ച കാര്യമാണ് പറഞ്ഞത്. അതെനിക്കറിയില്ല. ഈ പറയുന്ന എന്നെ വിളിച്ചിട്ട് ടോപ്പിലോട്ട് കൊണ്ടുപോയി എന്നെ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്നാണ് ഞാൻ പറഞ്ഞത്. അത് രാധാകൃഷ്ണൻ ഇതുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ സമൻസിൻ്റെ അകത്ത് പേര് വന്നിരിക്കുന്ന ശേഖരനെ റിപ്പോർട്ട് ചെയ്യാനാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മളെടുത്ത് ഇന്നടുത്ത് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വാശി പിടിച്ച് അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ചെവുക്കന്നത്ര അടി നിന്നിട്ട് കയറാന്ന് പറയും. പിന്നെ അത് ഞാനിപ്പോൾ ഇത്രയും ഇതിൻ്റെ ഫേസിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ വേറെ ആളുകളോട് നിങ്ങൾ പേഴ്സണലി ചോദിച്ച് നോക്കണം. എൻ്റെ ഫീൽഡിലുള്ള അത് പേര് ഞാൻ പറയുന്നില്ല, നമ്മുടെ എൻ്റെ അടുത്ത ബന്ധു അവരെ രാത്രി 12:30 വരെ അവിടെ പിടിച്ചിരുത്തിയെന്ന് അവരെന്നോട്. രാത്രി 12:30 വരെ ഒരു കാര്യമില്ല. അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവർ രാവിലെ വിളിച്ചു വരുത്തി വൈകിട്ട് വരെ ഇരുന്ന് ചോദിക്കുന്ന സമയത്ത് 75% ഇവർ ചോദിക്കുന്നത് വീട്ടിലെ കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളുമാണ്. ഇവർ ഈ കാര്യം ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ഹൈസീസെയിൽ കോൺട്രാക്ട് ഏതെങ്കിലും ചോദിക്കുന്ന 1-2 ട്രാൻസാക്ഷനേ ചോദിക്കുന്നുള്ളൂ. ഇവർക്ക് ഒരു ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചോദിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവർ പർപ്പസ്ഫുള്ളി അത് ചെയ്യുന്നില്ല. ഇവർ ബാക്കി കഥയും പറഞ്ഞ് നിനക്ക് അവിടെ എന്തുമായിരുന്നു, ഇവിടെ എന്തുമായിരുന്നു, മറ്റേ എന്തുമായിരുന്നു, ഇവിടുത്തെ ഏത് ബിവറേജാണ് ഇവിടെ പിന്നെ ക്യൂ നിൽക്കാതെ കിട്ടുന്ന ബിവറേജ് ഏതാണെന്ന് വരെ എന്നോട് ചോദിച്ചു. അവർക്ക് അനുഭവങ്ങൾ നേരിട്ട മറ്റുള്ളവരെ ചേട്ടൻ അറിയാവോ? അറിയാം, എനിക്കറിയാം. അതിപ്പോൾ പറയാനോ അവരുടെ സമ്മതമില്ലാതെ എനിക്കതൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും എനിക്കിപ്പം പറയാനായിട്ടുള്ള ബുദ്ധിപ്രശ്നം അങ്ങനെ ഉറപ്പായിട്ടും കാണുമല്ലോ. അപ്പം ഞാൻ അല്ലല്ലോ ഇതിൻ്റെ ഞങ്ങളുടെ ഫീൽഡിലുള്ള 90% ആൾക്കാർ കാര്യം പണ്ട് 5 വർഷം മുമ്പ് 6 വർഷം മുമ്പ് 100 കശുവണ്ടി ഫാക്ടറി കൊല്ലത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 2 ഉള്ളൂ. ഈ പറയുന്ന 98 എണ്ണവും ഇതായി കിടക്കുകയാണ്. എല്ലാവർക്കും ഈ സാമ്പത്തിക പ്രശ്നങ്ങളും വിഷയങ്ങളും വന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരെയും വിളിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും വിളിപ്പിച്ച് ഇവരെല്ലാം വലിയ ഒരു താങ്ങും കെട്ടൊക്കെ ആയിട്ടാണ് വന്നത്. ഇപ്പോൾ അവരുടെ കയ്യിലൊക്കെ സാമ്പത്തികം കാണും, അതൊക്കെ എങ്ങനെ എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ സാമ്പത്തികം ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഇത്രയും രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്യാനും അതിനുള്ള കാര്യം അതിലില്ല. ഇനി എന്ത് വന്നാലും ഇത് ഫേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുമ്പോട്ട് ഇങ്ങനെ തന്നെ ഇറങ്ങിയത്. ഞാനോ? ഒരിക്കലും ഇല്ല.
ഇതിന് മറ്റേ ബിഷപ്പ് പറഞ്ഞു കേട്ടില്ലേ, അയാൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം പുള്ളിക്കാരന് അവിടെ കൊടുത്തതല്ലേ. അല്ല പിന്നെ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം വളരെ കറക്റ്റാണ്. ഇവന്മാർ ആദ്യം പറയുന്നുണ്ട് രാഷ്ട്രീയമായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊന്നും ഒരു കാരണവശാലും നിങ്ങൾ പോകരുത്. അത് കൃത്യമായി അവർ പറയുന്നുണ്ട്. ഇവനത് ഒത്തിരിയും വട്ടം എന്നോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. വിൽസൺ അറിയാതെ ഈ വിൽസനല്ലാതെ ഈ രാജസ്ഥാൻ സ്വദേശിനെയൊക്കെ നേരിട്ട് കാണുകയോ? ഇല്ല, ഞാനതെല്ലാം ഈ ടി വിക്കകത്തൂടാണ് കാണുന്നത്. ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവരാരും, ഒരു പരിചയമില്ല. താങ്കളുടെ എന്ത് രേഖയാണ് പെട്ടെന്ന് ഹാജരാക്കണമെന്നൊക്കെ പറയുന്നത്? എൻ്റെ ടാൻസാനിയയിലെ അവിടുത്തെ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഉള്ളതെല്ലാം കൊടുത്തു. അപ്പോൾ ഇനി അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് വേണമെന്നാണ് പറയുന്നത്. അത് എൻ്റെ ഇല്ല കൊടുക്കാൻ. അപ്പോൾ അതിന് സമയം അല്ല, അത് അവർക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് എംബസി ത്രൂ ഈസി ആയിട്ട് ഒരു മെയിൽ കൊടുത്ത് അപ്പോഴേ കിട്ടാവുന്ന കാര്യമുള്ളൂ. പക്ഷേ അവരത് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയില്ല. ഇതിന് മുമ്പും താങ്കളെ ഇ ഡി വിളിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു നേരത്തെ? ഇല്ല, 3 വർഷം മുമ്പ് എനിക്ക് ഇതുപോലെ നോട്ടീസ് വന്നു. അതിന് തിരിച്ച് പോസ്റ്റലി നമ്മൾ തിരിച്ച് നോട്ടീസ് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം വിളിച്ചപ്പോഴാണ് നമ്മൾ നേരിട്ട് പോകുന്നത്. 3-4 വട്ടം ഞാൻ അവിടെ പോയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട്. താങ്കളുടെ ഒരു തോന്നൽ എന്നാ, ഇങ്ങനെ ഈ അന്വേഷണത്തിന് വിളിക്കുന്നു, പലരെയും വിളിക്കുന്നു, താങ്കളെയും വിളിക്കുന്നു, ഇങ്ങനെ ഈ പണം തട്ടാനും കൊടുക്കാനും വേണ്ടി മാത്രം ചെയ്യുന്നതാണോ ഇവര്? സാറേ, അതായത് ഈ PM നമ്മുടെ ഈ കശുവണ്ടി മേഖലയായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് മെറ്റീരിയലാണ് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടുന്ന് പേയ്മെൻറ്റ് വിദേശത്തോട്ട് അയക്കണം, ഡോളർ പേയ്മെൻറ്റ് അയക്കണം. ഇത് തിരിച്ച് വരുമ്പോൾ ഇൻവോയ്സിൻ്റെ ഡിഫറൻസ് കാരണം പേയ്മെൻറ്റ് അഡ്ജസ്റ്റ് ആവാതെ വരും. ചില ഇപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അയച്ച 22 കോടി രൂപയോളം ഞാൻ വെളിരാജ്യത്തോട്ട് അയച്ച സാധനം എനിക്ക് ലോസ് കാരണം അവിടുന്ന് പേയ്മെൻറ്റ് നഷ്ടപ്പെട്ട കാരണം ആ പേയ്മെൻറ്റ് ഇല്ലാതായി. അപ്പോൾ അതിൻ്റെ പേപ്പറാണ് ഇവർ ചോദിക്കുന്നത്. ആ പേപ്പർ ഞാൻ എങ്ങനെ കൊടുക്കും? നമ്മുടെ ഇവിടുത്തെ RBIയുടെ ഇതനുസരിച്ച് നമ്മൾ പേയ്മെൻറ്റ് വെളിയിലോട്ട് അയച്ചാൽ 2 വർഷത്തിനകം ഒന്നുകിൽ പേയ്മെൻറ്റ് തിരിച്ചു വരണം, അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഗുഡ്സ് തിരിച്ചു വരണം. അല്ലെങ്കിൽ അത് PMLA ആക്ടിലോട്ട് പോകുന്നതാണ്. അത് ആ രീതിയിലാണ് എൻ്റെ ഈ കേസ് വന്നിരിക്കുന്നത്. പക്ഷേ അത് ഇങ്ങനെ പോയെന്നുള്ള FIR ഉണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്, എല്ലാ ഇതുണ്ട്. എനിക്ക് കൊടുക്കാൻ പറ്റില്ല അത്. കാരണം അങ്ങനെ ഇവർ പറയുന്നത് ഞാൻ ആ പേയ്മെൻറ്റ് വെച്ചിട്ട് വേറെ എന്തോ ദുരുപയോഗം ചെയ്തു എന്നാണ് പറയുന്നത്. ഞാൻ വിദേശത്തോട്ട് പോയിട്ട് 8 വർഷമായി. ഇത്രയും ഇവരോട് പറയും, ഇവർക്ക് ഈസി ആയിട്ട് അവർക്ക് എംബസി ത്രൂ ഈ പേപ്പർ എടുക്കാവുന്നേ ഉള്ളൂ. അവരത് എടുക്കുന്നില്ല. ഇല്ലാത്ത പേപ്പർ ചോദിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുക, അല്ലാതെ വേറെ തീർച്ചയായിട്ടും. അല്ലാതെ എന്തിനാണ് ഇവർ വിചാരിക്കുന്നത്? ഇതൊന്നും കണ്ണടച്ച് പാൽ പിടിക്കുകയാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഇവർ വിചാരിക്കുന്നത് ഇതൊന്നും ആരും പറയില്ല. കാരണം ED എന്ന് പറഞ്ഞ വലിയൊരു ഇതാണ്. ഇവരുടെ മേലിലൊരു പവർ ഇല്ല എന്നാണല്ലോ ഇവർ. ഈ രാധാകൃഷ്ണൻ എന്നോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മേലിൽ സുപ്രീം കോടതി ഇവർ നമ്മളെ ഒന്നും ചെയ്യത്തില്ല, അവർക്ക് വേറൊരു വിങ്ങാണ്, അവർ എന്തോ ട്രിബ്യൂണലിലോ അങ്ങനെ എന്തൊക്കെയോ അവർ പറയുന്നത്. എനിക്ക് കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല. അവരെ ഒന്നും ചെയ്യില്ല എന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ച ചാവട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കംപ്ലൈൻറ്റുമായിട്ട് മുമ്പോട്ട് പോയത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. യു ഹാവ് ടു ഫൈൻഡ് എ വേ എന്ന് പറയുന്നുണ്ട് ഇവൻ. അതർവൈസ് യു ഹാവ് ടു ഫൈൻഡ് എ വേ എന്ന് പറയുന്നുണ്ട് കൃത്യം. പക്ഷേ അന്നേരം നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നാണ് ഇവൻ ഇങ്ങനെ വരുന്നത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത്. വഴി തന്നെയാണ്. അതെ, അല്ലാതെ വേറെ ഒന്നും ആയിരിക്കാൻ വഴിയില്ല. ഇല്ല. എങ്ങനെ ചോദിച്ചാലും ഇവർ രണ്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല.